നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാബ വാൻഗയുടെ ഒരു പ്രവചനം: സിറിയയുടെ പതനം ലോകത്തിന് ഒരുപാട് ഭയക്കാനുണ്ട്. സിറിയ വീണ് കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യുദ്ധം ആരംഭിക്കും. ഇതൊരു ലോകയുദ്ധമായി പരിണമിക്കും. കിഴക്കൻ മേഖല സംഘർഷഭരിതമാകും. മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ഇത് നീങ്ങും. യുദ്ധാനന്തരം പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനമാണ് ബാബ വാൻഗ പ്രവചിച്ചിട്ടുള്ളത്. സിറിയ വിജയിയുടെ കാൽക്കീഴിൽ വീഴും. എന്നാൽ വിജയി ഒരാളായിരിക്കില്ല. ബാബ വാൻഗയുടെ പ്രവചനം പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സിറിയയിലെ സംഭവ വികാസങ്ങൾ. സിറിയൻ മേഖലകളിലേക്ക് നിലയ്ക്കാത്ത ആക്രമണവുമായി ഒരു വശത്ത് ഇസ്രയേൽ, മറുവശത്ത് ടർക്കി അതിശക്തമായ ആക്രമണങ്ങൾ തുടർന്നു. ഔദ്യോഗിക സൈന്യം ഉപേക്ഷിച്ചു പോയ മിലിറ്ററിയുടെ ആയുധശേഖരങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ടർക്കിയും ആക്രമണങ്ങൾ തൊടുക്കുന്നത്. കുർദിഷ് സേനയുടെ കയ്യിൽ ഈ പടക്കോപ്പുകൾ അകപ്പെടാതിരിക്കാനാണ് തങ്ങളുടെ ആക്രമണമെന്ന് ടർക്കി പറയുന്നു. മറുവശത്ത് ഇസ്രയേൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സിറിയ മണ്ണിൽ നടത്തിയത് ഏകദേശം 480 ആക്രമണങ്ങൾ. ടർക്കി പിന്തുണയ്ക്കുന്ന വിമത സേനയും മറുവശത്ത് കുർദിഷ് സേനയുമായുള്ള യുദ്ധം അത് വടക്കൻ സിറിയയിൽ ശക്തമാകുന്നു. കുർദിഷ് സേനകളുടെ കയ്യിലുണ്ടായിരുന്ന 2 പട്ടണങ്ങൾ മറുവിഭാഗം പിടിച്ചെടുത്തു. ഇത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ സിറിയ. HTS ദമാസ്കസും കീഴടക്കി ഭരണം കൈയാളിയ അതേ സന്ദർഭത്തിൽ ഒരു വാസ്തവം തിരിച്ചറിയണം: സിറിയയുടെ ഭൂരിപക്ഷ പ്രദേശവും ഇപ്പോൾ HTSന്റെ കൈവശമാണ്. എന്നാൽ മറുവിഭാഗവും ശക്തരാണ്, പ്രത്യേകിച്ച് കുർദിഷ് സഖ്യം. ഇസ്രയേൽ ആക്രമണങ്ങളോട് ഇതുവരെ HTS രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തുന്നില്ല. HTS തലവൻ അൽ ജൊലാനിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്നാൽ എപ്പോൾ എവിടെ വെച്ചിത് റെക്കോർഡ് ചെയ്തു എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനയില്ല. ദമാസ്കസ് കീഴടക്കിയാൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ജെറുസലേമായിരിക്കുമെന്ന അൽ ജൊലാനിയുടെ വാക്കുകൾ. ജെറുസലേമിലെ അൽ-അഖ്സ പള്ളി മോചിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ വിമതസേന നീക്കങ്ങളെ അതീവ ശ്രദ്ധയോടെ ഇസ്രയേൽ നോക്കിക്കാണുന്നു. സമാനതകളില്ലാത്ത കടന്നാക്രമണങ്ങളിലൂടെ തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാനാണ് മറുവശത്ത് ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളൊക്കെ കൈയടക്കിയിരിക്കുന്നത് മറ്റു ചില വിമത സഖ്യങ്ങളാണ്. അവർക്ക് HTSുമായി ബന്ധമില്ല. ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകളായ ഈ വിമതസേനയുടെ പക്കൽ സിറിയൻ ഔദ്യോഗിക ഭരണം കൈയാളിയിരുന്ന ആയുധങ്ങളും പടക്കോപ്പുകളുമൊക്കെ ചെന്നുപെട്ടാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് ഇസ്രായേലിനറിയാം. മറുവശത്ത് HTSും കൂടുതൽ ആയുധസജ്ജമാകാതിരിക്കാൻ വേണ്ടത്ര മുൻകരുതലുകൾ ഇപ്പോൾ ഇസ്രായേൽ എടുക്കുന്നു. ഇറാനിൽ നിന്ന് അസദ് ഭരണകൂടത്തിനൊഴുക്കിയ ആയുധങ്ങൾ അവ ഏതെങ്കിലും വിധത്തിൽ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പക്കൽ എത്തുന്നതും ഇസ്രായേലിന് അപകടമുണ്ടാക്കും. തങ്ങളുടെ സുരക്ഷയ്ക്കായി ഏത് കടുങ്കയും ചെയ്യും എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. അസദ് ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്ന സിറിയയുടെ നാവികസേനയെ പൂർണ്ണമായി തകർത്തെറിഞ്ഞുവെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. വസ്തുതാപരമായ വിവരങ്ങൾ നിരത്തിയാണ് ഇസ്രയേൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇസ്രയേൽ നാവികസേനയുടെ പക്കലുണ്ടായിരുന്ന പടക്കപ്പലുകൾ തങ്ങൾ പൂർണ്ണമായി തകർത്തു. സിറിയൻ നാവികസേനയുടെ കീഴിലുള്ള എല്ലാ പടക്കപ്പലുകളും തങ്ങൾ തകർത്തുവെന്ന് ഇസ്രയേൽ പറഞ്ഞു. പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുൻപൊരിക്കൽ ഇസ്രായേൽ നടത്തിയ 6 ദിവസ യുദ്ധനീക്കം അതിന് സമാനമായിരുന്നു ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ സമാനതകളില്ലാത്ത ആക്രമണം. സിറിയൻ ആയുധശേഷി പൂർണ്ണമായി തകർത്തെറിയുകയായിരുന്നു ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. അസദ് ഭരണകൂടത്തിന്റെ കീഴിലുണ്ടായിരുന്ന നാവികസേനയുടെ ആയുധശേഖരവും വ്യോമസേനയുടെ ജെറ്റ് പോർ വിമാനങ്ങളും അടക്കം ഇസ്രയേൽ തകർത്തെറിഞ്ഞു. അമ്പരപ്പിക്കുന്ന സൈനിക നേട്ടമാണ് ഇസ്രയേൽ കൈവരിച്ചിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്ന 2 ആഴ്ചകൾ മാത്രം. എന്നാൽ അതിനു മുൻപ് തന്നെ ഇറാന്റെ ആയുധശേഖരം തകർത്തെറിയുന്നതിൽ തങ്ങളുടെ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇസ്രയേൽ വിജയിച്ചിരുന്നു. യഹ്യ സിൻവർ വീണതു മുതൽ വിജയങ്ങളുടെ പെരുമഴയാണ് ഇസ്രയേലിനു മേൽ വർഷിച്ചത്. ചരിത്ര നിമിഷങ്ങളുടെ ചുഴലിക്കാറ്റെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കുന്ന ഒരു ചരിത്ര ദിവസമായിരിക്കും സിറിയയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തിയ സമാനതകളില്ലാത്ത ഇപ്പോഴത്തെ ആക്രമണം. അവിടെ ലക്ഷ്യം മനുഷ്യരായിരുന്നില്ല, മറിച്ച് ഭീകരരുടെ കയ്യിൽ എത്തപ്പെടേണ്ട ആയുധ ശേഖരമായിരുന്നു. ഒരു കുടുംബം 54 വർഷം ഒരു രാജ്യത്തെ ക്രൂരമായി ഭരിച്ചു. ഒരു ഏകാധിപതിയുടെ പതനം തീർച്ചയായിരുന്നു. അത് ചരിത്രപരമാണ്.
എന്നാൽ അതേ ശ്വാസത്തിൽ നെതന്യാഹുവിൻ്റെ മറ്റൊരു മുന്നേറ്റമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം കണ്ടത്. ചരിത്രപരം എന്ന തലക്കെട്ടിൽ തന്നെയാണ് ഇസ്രയേലിലെ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ നീക്കങ്ങളെ വാഴ്ത്തുന്നത്. അസദ് ഭരണകൂട സൈന്യത്തിൻ്റെ 80% ആയുധശേഷിയും തകർത്തു എന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മറുവശത്ത് ഗോലാൻ കുന്നുകൾക്കപ്പുറമുള്ള ബഫർ സോണുകളിലേക്ക് ഇസ്രായേൽ സേന കടന്നുകയറുകയും ആ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു. മൗണ്ട് ഹെർമോൺ ഇനി ഇസ്രായേലിന്റെ കൈവശം. സിറിയൻ മണ്ണിൽ നിന്ന് തങ്ങൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഇനി എന്നേക്കും ഇസ്രായേലിന്റെ കൈവശമുണ്ടായിരിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. അസദ് ഭരണകൂടത്തിന്റെ കൈവശമുണ്ടായിരുന്ന നൂതനായുധങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ വീഴരുത്. അക്കാര്യത്തിൽ ഇസ്രായേലിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. സിറിയയിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കെതിരെ തങ്ങളുടെ വ്യോമസേനയും നാവികസേനയും 350-ലധികം ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തി എന്ന് ഇസ്രായേൽ പറയുന്നു. എന്നാൽ അറബ് രാജ്യങ്ങൾ 480-നും 550-നും ഇടയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി എന്ന് പറയുന്നു. ഗോലാൻ കുന്നുകളുടെയും തെക്കൻ സിറിയ മേഖലയുടെയും ബൈബിളിലെ പേരിന് ശേഷം സൈന്യത്തിനുള്ളിൽ ഈ ഓപ്പറേഷനൊരു പേരിട്ടു. ബാഷാനാരോ എന്നാണ് ഇതറിയപ്പെട്ടത്. സിറിയയിലുടനീളം 320 സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തു എന്ന് സൈന്യവും പറയുന്നു. തിരമാലകൾ പോലുള്ള ആക്രമണമാണ് IAF ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും ഒക്കെ നടത്തിയത്. സിറിയൻ വ്യോമതാവളങ്ങളും ആയുധ ഡിപ്പോകളും ദമാസ്കസിലും ഹോംസിലും ടാർട്ടസിലും ലദാക്കിയയിലും പാൽബിറയിലുമുള്ള ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളുമൊക്കെ ഒന്നൊന്നായി നിലംപൊത്തുന്ന കാഴ്ച. വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ചത് നിരവധി ദീർഘദൂര പ്രൊജക്ടൈലുകൾ, സ്കഡ് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളുമൊക്കെ അവർ ഉപയോഗിച്ചു. യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഹെലികോപ്റ്ററുകളും റഡാറുകളും ടാങ്കുകളും ഹാങ്കറുകളും ഒക്കെ തകർന്ന് തരിപ്പണമായി. ആക്രമണങ്ങളുടെ ഈ വലിയ വേവ്സിനിടയിൽ സിറിയയിലെ നിരവധി രാസായുധ സൈറ്റുകൾ IDF ലക്ഷ്യമിട്ട് തകർത്തു. തിങ്കളാഴ്ച രാത്രി അതിനാടകീയമായി ഇസ്രയേൽ നാവികസേനയുടെ മിസൈൽ ബോട്ടുകൾ സിറിയൻ തീരത്തെ മിനറ്റൽ ബെയ്ദ ഉൾക്കടലിലും ലദാക്കിയ തുറമുഖത്തും മുൻ ഭരണകൂടത്തിന്റെ IS നാവിക കപ്പലുകൾ നശിപ്പിക്കാനെത്തി. ലദാക്കിയ തുറമുഖത്തേക്ക് ഇസ്രയേൽ പോർക്കപ്പലുകൾ എത്തിയതിന് തൊട്ടു പിന്നാലെ ആ തുറമുഖത്തിനോട് ചേർന്ന് റഷ്യൻ നാവികസേന കൈയടക്കി വെച്ചിരുന്ന തുറമുഖത്ത് നിന്ന് പെട്ടെന്ന് റഷ്യയിലേക്ക് മടങ്ങിയത് 3 റഷ്യൻ പടക്കപ്പലുകൾ. അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ സേനയെ കണ്ട് ഭയപ്പെട്ടു പിന്മാറി. വർഷങ്ങളോളം ലെബനനിലെ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങളുടെ കലവറ തന്നെ ഒഴുകിക്കൊണ്ടിരുന്ന സിറിയൻ പ്രദേശങ്ങളിലെ ആ വിതരണ പൈപ്പ് ലൈനുകൾ പൂർണ്ണമായി ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഇനിയൊരിക്കലും ലെബനൻ ഹിസ്ബുള്ള തലപൊക്കില്ല എന്നുറപ്പിച്ചുള്ള ആക്രമണം. മറുവശത്ത് അൽറ്റാൻഫ് മേഖലയ്ക്കപ്പുറത്ത് കദേബ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ നോക്കി ഇസ്രയേൽ നൽകിയത് മാരക പ്രഹരം. സിറിയയുടെ പുതിയ ഭരണകൂടവുമായി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കുമെന്നും ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിന് ഭീഷണി ഉയർത്താൻ ശ്രമിച്ചാൽ തങ്ങൾ മാരകമായി തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. HTSന് നേർക്ക് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ. സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഇസ്രയേലിന് മേൽ എന്തെങ്കിലും ആക്രമണ പദ്ധതിയുമായി നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ തകർത്തിരിക്കും. ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായത് ഞങ്ങൾ ചെയ്യും. മിഡിൽ ഈസ്റ്റിൻ്റെ മുഖം ഞങ്ങൾ മാറ്റിയെഴുതാൻ തീരുമാനിച്ചതാണ്. അത് ഞങ്ങൾ മാറ്റിയെഴുതി. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ ആയുധപ്പുരകൾ ഒരിക്കലും ജിഹാദികളുടെ കൈകളിൽ എത്തപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടരും. അതിനിയും ചെയ്തുകൊണ്ടിരിക്കും. സിറിയയുടെ പുതിയ ഭരണകൂടം ഇറാനെ സിറിയയിൽ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളത് അനുവദിക്കില്ല. ഇറാനിയൻ ആയുധങ്ങളോ മറ്റേതെങ്കിലും ആയുധങ്ങളോ ഹിസ്ബുള്ളയ്ക്ക് കൈമാറാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആ സപ്ലൈ വഴികൾ തകർക്കും. മുൻ ഭരണത്തിന് സംഭവിച്ചത് ഇപ്പോഴത്തെ ഭരണത്തിന് സംഭവിക്കരുത് എന്ന് നിങ്ങൾ തന്നെ മുൻകരുതലോടെ നോക്കിക്കാണുക. ഇസ്രായേൽ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്ന തന്ത്രപരമായ കഴിവുകളെ തങ്ങൾ ആക്രമിക്കും. ഇതിനിടയിൽ ഹൈഫ നാവികത്താവളത്തിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ അവിടെയുണ്ടായിരുന്ന സ്വത്തുവകകൾ പൂർണ്ണമായി ഇസ്രയേൽ നാവികസേന തകർത്തെറിഞ്ഞു. വ്യോമാക്രമണങ്ങളിൽ പടക്കപ്പലുകൾ തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങൾ. അസദിന്റെ കാൽപ്പാടുകൾ പിന്തുടരുന്ന ഭരണകർത്താക്കളെ അസദിനെ പോലെ തന്നെ അവസാനിപ്പിക്കുമെന്ന് ഇസ്രയേൽ. 2011 ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ 11 ദിവസം നീണ്ടുനിന്ന വിമത സഖ്യത്തിന്റെ അതിശക്തമായ മുന്നേറ്റം. ഇത്തരം മുന്നേറ്റങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും ഏതെങ്കിലും തരത്തിൽ ഇന്ധനം പകർന്നോ എന്ന സംശയം ചില ലോകരാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ റഷ്യയുടെ സമ്പൂർണ്ണ പതനത്തിലാണ് ഇപ്പോൾ സിറിയയിലെ കാര്യങ്ങൾ ചെന്നവസാനിച്ചത്.
ഒപ്പം ഇറാൻ തോറ്റോടുന്ന കാഴ്ച. ഇക്കഴിഞ്ഞ ദിവസം ഇറാന്റെ അവശേഷിക്കുന്ന സൈനികർ കൂടി ഇറാനിലേക്ക് കടന്നു. IDF സൈന്യം ദമാസ്കസിനടുത്തെത്തി എന്ന് സിറിയൻ മാധ്യമങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു. ദമാസ്കസ് പിടിച്ചെടുക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് ഇസ്രയേൽ പറയുമ്പോൾ മറ്റു ചില ദുസ്സൂചനകൾ നമുക്ക് മുന്നിലുണ്ട്. ഇസ്രയേലിനും ദമാസ്കസിനുമിടയിലുള്ള ആ വലിയ പ്രദേശം ഇപ്പോൾ കൈയടക്കി വച്ചിരിക്കുന്നത് HTS എന്ന വിമതസേനയല്ല, മറിച്ച് HTSുമായി കൃത്യമായ അകലം പാലിക്കുന്ന ചില വിമത സഖ്യങ്ങളാണ്. അവരുടെ കൈകളിൽ അസദ് ഭരണകൂടത്തിൻ്റെ ആയുധങ്ങളെത്തിയാൽ നാളുകളിൽ ഗോലാൻ കുന്നുകളിൽ വലിയ യുദ്ധഭീഷണി ഉണ്ടാകും എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുഴം മുൻപേ കയറിയടിക്കുന്ന പ്രതിരോധ തന്ത്രമാണ് ഇസ്രയേൽ പുറത്തെടുത്തത്. അൽറ്റാൻഫിനപ്പുറത്ത് അതിശക്തമായ ആക്രമണങ്ങൾക്കൊരുങ്ങുന്ന ടർക്കിഷ് അനുകൂല വിമതസേനയുമായി ഏതെങ്കിലും തരത്തിൽ അമേരിക്ക യുദ്ധത്തിനിറങ്ങുമോ എന്ന സംശയം ലോകത്തിന് ബാക്കിയാവുന്നു. ദേറസോർ, മൻബിജ് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് കുർദിഷ് സേനയ്ക്ക് മേലെ അതിശക്തമായ ആക്രമണങ്ങളാണ് സിറിയൻ ഫ്രീ ആർമി നടത്തുന്നത്. സിറിയൻ ഫ്രീ ആർമിയാകട്ടെ ടർക്കിഷ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിമത സഖ്യവും. ഈ യുദ്ധം മറ്റൊരു ഘട്ടത്തിലെത്തിയാൽ അമേരിക്ക ശക്തമായ പിന്തുണയുമായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനൊപ്പമെത്തും. അത് സമാനതകളില്ലാത്ത തലത്തിലേക്ക് സിറിയൻ യുദ്ധത്തെ പരിണമിപ്പിക്കും. പുതുതായി അധികാരത്തിലെത്തുന്ന HTSനെ കാത്തിരിക്കുന്നത് സിറിയയുടെ പുതിയ ഭൂപടമാണ്. ഇതിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഇപ്പോൾ വിമത സഖ്യങ്ങൾ പങ്കിട്ടെടുത്തിരിക്കുന്ന കാഴ്ച. അസദ് ഭരണകൂടം കയ്യാളിയിരുന്ന ഭൂപ്രദേശം പൂർണ്ണമായി വീണ്ടെടുക്കാൻ ഇതുവരെ HTSന് കഴിഞ്ഞില്ല. അതിനവർ പോർമുനയിലൂടെ ശ്രമിച്ചാൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത യുദ്ധത്തിലേക്ക് സിറിയ പതിക്കും. ഒരു മൂന്നാം ലോകയുദ്ധത്തിലേക്ക് സിറിയ കടക്കുമോ എന്ന് ഭയക്കുന്നതും അത്തരത്തിലാണ്. ഇവിടെ നേട്ടം കൊയ്തത് മുഴുവൻ ഇസ്രയേൽ. തങ്ങളുടെ ശത്രുനിരയെ തച്ചുടച്ച് ഇസ്രയേൽ എന്ന രാജ്യം കൂടുതൽ കരുത്തുറ്റതായി മാറുന്ന കാഴ്ച ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.